ഹലോ, വെൽക്കം ബാക്ക്. കേരളത്തിലെ മുസ്ലിങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. എന്താ കാരണം? കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ജിഹാദി ഫിലിം നിർമ്മിച്ചു, സിനിമ. എന്താ പ്രശ്നം വെച്ചാൽ, ഈ മതം കേരളത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് പല വഴികളും 18 നോക്കി, പല പരിപാടികളും നടത്തി നോക്കി. ഇത് കുറേ ഉണ്ട്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, അങ്ങനെ തുടങ്ങിയ പല പരിപാടികളുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പുതിയൊരു സിസ്റ്റം തുടങ്ങിയതാണ്. ഒരു സിനിമ സംവിധാനിക്കാൻ തീരുമാനിച്ചു. സിനിമ സംവിധാനിച്ചിട്ട് അതിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിനെ അങ്ങോട്ട് വളർത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് അത് റിലീസ് ചെയ്തത്. ആ റിലീസ് ചെയ്തപ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ രാജ്യസ്നേഹികൾ മൊത്തം ഒരുമിച്ച് കൂടി. കേരളത്തിലെ രാജ്യസ്നേഹികൾ ഒരുമിച്ച് കൂടിയിട്ട് അതിനെതിരെ സമരം ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഉസ്താദുമാരെ കംപ്ലീറ്റ് പ്രശ്നമാക്കി. ഏതായിരുന്നാലും അതിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ പുതിയ സിനിമ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ദേശസ്നേഹികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാവരും നടുക്കത്തിലാണ്. കേരളത്തിലെ മുസ്ലിങ്ങളാകെ പ്രയാസത്തിലാണ്. ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കെല്ലാവർക്കും കൂട്ടം കൂടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എമ്പുരാൻ, അതാണ് സിനിമയുടെ പേര്. സത്യത്തിൽ കേരളം കണ്ട, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഇത്രയും ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ ചെയ്യുന്ന, പ്രഖ്യാപനങ്ങൾ നടത്തുന്ന, എഴുത്തുകൾ എഴുതിവിടുന്ന ഒരു ടീം ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കേരളത്തിൽ, മലയാളത്തിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങാറുണ്ട്. പലതരത്തിൽ, പല സംവിധായകർ, പല അഭിനേതാക്കൾ, പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകും. ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആശയങ്ങളുണ്ടാകും, ഒക്കെ ശരിയാണ്. ഇത് ഒരു ഭാഗം, ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഭാഗം മുസ്ലിങ്ങളാണ്, ഒരു ഭാഗം കേരളത്തിലെ സംഘികളാണ്. ഈ സംഘികൾ ഏത് വിഭാഗത്തിലാണ് പെടുക? അവർ സ്വയം ആശ്വസിക്കുന്നു, സ്വയം പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ദേശസ്നേഹികളും അവരല്ലാത്തവരെല്ലാം ദേശവിരുദ്ധരും ആണ് എന്നുള്ളതാണ്. ഇവരുടെ ദേശസ്നേഹം ഭയങ്കര കോമഡിയാണ്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടം, വേണമെങ്കിൽ ചെയ്യട്ടെ, വേണമെങ്കിൽ ചെയ്യാതെ. കാരണം അതിനുള്ള ധൈര്യം വേണ്ട. കാരണം അവർക്ക് കാര്യമായിട്ട് ജോലി എന്ന് പറഞ്ഞാൽ വല്ല ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് മുന്നിൽ നിൽക്കലാണ്. ഏതായിരുന്നാലും അവരുടെ മെയിനായിട്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തെ അവർക്ക് പേടിയാണ്. ചരിത്രം എവിടെ ഉണ്ടോ അത് അവർക്ക് ഭയങ്കര ഭയമാണ്. പുതിയ ആളുകൾ, അതായത് പുതിയ ജനറേഷനൊക്കെ ചരിത്രം പഠിക്കുക എന്നുള്ള പേടിയാണ്. മുസ്ലിങ്ങളാണ് ഒരു ഭാഗത്ത്. മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നുള്ളത് യഥാർത്ഥ ചരിത്രം പറയണത്. അവരുടെ വിശ്വാസപ്രകാരം തന്നെ ദേശസ്നേഹം അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഇസ്ലാമിലെ പാഠ്യം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. അത് പ്രകാരം തന്നെ അവർ ഓരോ കാര്യങ്ങൾക്കും നേതൃത്വം നൽകും. രണ്ടാമത്തത് സിനിമയാണ്. സിനിമയിൽ ഇതിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. അവർക്ക് ഒഫീഷ്യലായിട്ട് ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാരങ്ങളനുസരിച്ച് സിനിമ വിരുദ്ധമാണ്. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഒരു സിനിമ വന്നു, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വന്നു. ആ എമ്പുരാൻ സിനിമ ജിഹാദികൾ ഉണ്ടാക്കിയതാണ്, അവരങ്ങനെ ചെയ്യാണ് എന്നുള്ളത്. സത്യത്തിൽ എമ്പുരാൻ എന്നുള്ള സിനിമ, ഞാൻ ആ സിനിമ കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ആ എമ്പുരാൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ, ആ സിനിമ എഴുതിയത്, നമ്മളങ്ങനെ പറയുന്നത് തിരക്കഥ മുരളിയാണ്. അത് സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. അത് നിർമ്മിച്ചത് ഗോകുലം ഗോപാൽ, ആന്റണി പെരുമ്പാവൂർ, ഇങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അതിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട ഒരാൾ മോഹൻലാലാണ്. ഇതിലൊന്നും ഒരു മുസ്ലിം പേര് കണ്ടില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം. തിരക്കഥ, സംവിധാനം, നിർമ്മാണം തുടങ്ങിയ സംഭവങ്ങളാണ്. പക്ഷേ പറയുന്നത് ജിഹാദി എന്നുള്ളത്, മോഹൻലാൽ ഒരു ജിഹാദി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ആളാണ്. പൃഥ്വിരാജ് ഒരു ജിഹാദി ആയിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹം കുടുംബ പാരമ്പര്യമായിട്ട് ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കുന്ന ആളാണ്. ഗോകുലം ഗോപാൽ, അദ്ദേഹം പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആന്റണി പെരുമ്പാവൂർ, അയാൾ ഒരു ക്രിസ്ത്യൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ മുസ്ലിങ്ങൾക്ക് എന്ത്? സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് പറയാം. അതിലുള്ള ഒരു പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ
കൂടുതൽ കാലം മുമ്പുള്ള ചരിത്രമൊന്നുമല്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവർ കണ്ടതിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ, അതായത് മുസ്ലിങ്ങളായിട്ടുള്ളവരെ പച്ചക്ക് കൊലപ്പെടുത്തുകയും അവരുടെ വീടിൻ്റെ മുമ്പിൽ, കുടുംബാംഗങ്ങളുടെ മുമ്പിൽ പലതവണ റേപ്പ് ചെയ്യുകയും ചെയ്ത സ്ത്രീകളുടെയും ചരിത്രങ്ങളാണ്. ചെറിയ കുട്ടികളെ, പല പെൺകുട്ടികളുടെയും വയറ് കുത്തി തുറന്ന് ശൂലം കൊണ്ട് അതിലുള്ള ഭ്രൂണത്തെ എടുത്ത് പുറത്ത് കാണിച്ച് ആഘോഷ നൃത്തം ചവിട്ടിയ നൂറുകണക്കിന് സംഭവങ്ങളുള്ള ഒരു സംഗതിയാണ് ഗുജറാത്ത് കലാപം. അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകളുടെ, ആ സംഭവങ്ങളുടെ ബാബ ബജ്രംഗി എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലേ? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ മുമ്പ് tehelka.com എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനലുണ്ടായിരുന്നു. അതിലൊക്കെ ഇദ്ദേഹം വെളിപ്പെടുത്തിയ സംഗതികളാണിതൊക്കെ. ഞങ്ങൾ ഇനിയും ചെയ്യുന്നതാണ് അവരൊക്കെ പറഞ്ഞത്. ആ സംഭവങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്ര പാഠം, അതും ഒരു സിനിമ കലാരൂപത്തിൽ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവും. അതിന് ആ രൂപത്തിൽ കണ്ടാൽ മതി എന്ന് നമുക്ക് പറയുന്ന മറ്റൊരു കാര്യം. ഇവിടെ പ്രശ്നം അതല്ല, അത് സൗകര്യം. പക്ഷേ അതൊരു മുസ്ലിങ്ങളുടെ സംഭവമായിട്ട് കാണുക, ആ രൂപത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളതൊന്ന്. രണ്ടാമത്, ചരിത്രം പഠിക്കുന്നതിനെ ഇങ്ങനെ ഭയപ്പെട്ട് അത് മുസ്ലിങ്ങളുടെ മുകളിലേക്ക് ഇടുക എന്നുള്ളത്. ഇനി മുസ്ലിങ്ങളുടെ കാര്യമോ, ഇതൊക്കെ കണ്ടാലുണ്ട് മുസ്ലിങ്ങൾക്ക് വല്ല കുഴപ്പം? കാരണം അവർ കൃത്യമായി ജീവിച്ച് അവരുടെ ലോകത്ത് വളരെ ക്ലിയറായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്.